ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഡേ 3യിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റെഗുലർ പോളിഗണിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അതായത് സമബഹുഭുജത്തിനെ കുറിച്ചാണ്. ഓരോ സമബഹുഭുജത്തിനും ഓരോ സൈഡുകളായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ സമഭുജത്തിനും ഒരേപോലെ സൈഡുകളാവില്ല, വ്യത്യസ്തമായിട്ടുള്ള നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ട്. അതായത് വശങ്ങളുടെ എണ്ണം എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വശങ്ങളുടെ എണ്ണം വ്യത്യസ്തമായിട്ടുള്ള ഓരോ ബഹുഭുജത്തിനും നമ്മൾ ഡിഫറെൻറ്റ് പേരുകളാണ് പറയാം. ഇവിടെ നിങ്ങൾക്ക് ഒരു സമഭുജം കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണ്, ത്രികോണമാണ് അല്ലേ. ത്രികോണത്തിൻ്റെ സമബഹുഭുജം എന്ന് പറയുമ്പോൾ അതെന്താണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമാണ്. ഇങ്ങനെ ഓരോ സമഭുജത്തിനും എന്തുണ്ട്, സമബഹുഭുജത്തിനും ഇന്നർ ആംഗിൾസ് സെയിം ആയിരിക്കും അല്ലേ. അതായത് സെയിം മീൻസ് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. എല്ലാ ഇന്നർ ആംഗിൾസും സെയിം ആയിട്ടുള്ളതാണ് ബഹുഭുജം എന്ന് പറയുമ്പോൾ, സമബഹുഭുജം എന്ന് പറയുമ്പോൾ അതിൻ്റെ വശങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ആംഗിളിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇന്നർ ആംഗിളും, ഓരോ ഇന്നർ ആംഗിളും എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്ത് നോക്കുമ്പോൾ ഓരോ ആംഗിളും 60 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഒരു ആംഗിൾ 60 ഡിഗ്രി, അങ്ങനെ 3 ആംഗിൾസും 60 എന്ന് പറയുമ്പോഴാണ് നമുക്ക് 180 കിട്ടുന്നത്. ഇനി സ്ക്വയർ എടുത്ത് നോക്കുമ്പോൾ ഓരോ ആംഗിളും 90 ഡിഗ്രിയാണ് വരുന്നത്. പെൻറ്റഗൺ ആണെങ്കിൽ ഓരോ ആംഗിളും 108 ഡിഗ്രിയാണ് വരുന്നത്. ഇങ്ങനെ ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള ആംഗിൾസാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇന്നർ ആംഗിൾസ് എത്രയാണ്, 60 ഡിഗ്രി ആണല്ലോ. യെസ്, അപ്പോൾ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എവിടെ വരുന്ന ആംഗിളാണ് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് ട്രയാങ്കിളിനുള്ളിലുള്ള ആംഗിളാണല്ലോ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആംഗിൾ ABC ആണ് കേട്ടോ. ABC എന്ന് പറഞ്ഞാൽ B സെൻറ്ററിലുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെയുള്ള ഈ ആംഗിളാണ് ABC, ഇങ്ങനെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് നമുക്കതിന് ABC എന്ന പേര് കൊടുക്കാം. 60 ഡിഗ്രിയാണ്. കാരണം എന്താണ്, ഇതൊരു റെഗുലർ പോളിഗണാണ് അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണമാണ് കേട്ടോ. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു ട്രയാങ്കിൾ വരച്ചു, ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു വെർട്ടെക്സ് എടുത്തു, ഒരു മൂലയിലുള്ള ഈ ഒരു ആംഗിൾ, ഈ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180യിൽ നിന്നും ഈ 60നെ മൈനസ് ചെയ്താൽ മതി. അത് ഏത് വെർട്ടെക്സിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടിയാൽ അതിനെ ബാക്കി 180യിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള സമ്മ്, അതായത് അകക്കോണുകളും പുറംകോണുകളും തമ്മിലുള്ള തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി, 180 ഡിഗ്രിയാണ്. ലീനിയർ പെയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെയാണല്ലോ അത് വരുന്നത്. അപ്പോൾ ഇതെന്താണ്, കംപ്ലീറ്റ് ആംഗിളാണ്, 180 ആണ് വരിക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ആംഗിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 180യിൽ നിന്ന് മൈനസ് ചെയ്താൽ മതിയല്ലോ. യെസ്, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ 60 ഡിഗ്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഔട്ടർ ആംഗിൾ, ഇത് ഔട്ടർ ആംഗിൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. 180 മൈനസ് 60 ആണ് വരുന്നത്. ഓക്കെ, അതായത് ആംഗിൾ CBD എന്ന് പറയുന്ന ഈ ആംഗിൾ ഇങ്ങനെ തന്നെ പേര് കൊടുക്കണം കേട്ടോ. CBD എന്ന് പറയുന്നത് എന്താണ്, 180 മൈനസ് 60 ആണ്. 180 മൈനസ് 60 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ട്, 120 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും അകക്കോണും പുറംകോണും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പോളിഗണാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, മറ്റൊരു റെഗുലർ പോളിഗണാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.